ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൗഡർ മെറ്റലർജി എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പോർഷൻസാണ് നമ്മൾ കണ്ടത്. എന്താണ് പൗഡർ മെറ്റലർജി എന്നും അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പിന്നെ അതിലുപയോഗിക്കുന്ന മെറ്റൽ പൗഡറിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പൗഡർ മെറ്റലർജി പ്രോസസ്സിൻ്റെ ഒരു ഓവറാൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് എങ്ങനെയാണ് പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, എന്തൊക്കെ ഫംഗ്ഷനിലൂടെയാണ്, എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് ഈ പൗഡർ മെറ്റലർജി ഉപയോഗിച്ച് കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൗഡർ മെറ്റലർജി പ്രോസസ്സ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. മേ ബി 10 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒരു എസ് എ ക്വസ്റ്റ്യനായിട്ട്. അതുപോലെ തന്നെ ഇതിലെ ഓരോ സ്റ്റെപ്സ്, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൽ ഓരോ സ്റ്റെപ്പും വേണമെങ്കിൽ എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ മാത്രമുള്ളതുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി ഈ ഡൈ കോമ്പാക്റ്റിംഗ് എന്ന് പറയുന്ന ആ സ്റ്റെപ്പ്, സിൻഡറിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ്, ഇതെല്ലാം 10 മാർക്സിന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇതിലുള്ള ഓരോ സ്റ്റെപ്പും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഈ പൗഡർ മെറ്റലർജി പ്രോസസ്സിൻ്റെ ഒരു ഓവറാൾ പ്രൊസീജിയറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി വരുന്ന വീഡിയോസിൽ ഇതിലുള്ള ഓരോ സ്റ്റെപ്പിനെ പറ്റിയായിരിക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പൗഡർ മെറ്റലർജി പ്രോസസ്സിന് അത്യാവശ്യം വേണ്ട 2 കാര്യങ്ങളാണ് മെറ്റൽ പൗഡറും, അതാണല്ലോ അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ മെറ്റൽ പൗഡർ ഉപയോഗിച്ചാണ് കമ്പൗണ്ട്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മെറ്റൽ പൗഡേഴ്സും അഡിറ്റീവ്സും, ഈ അഡിറ്റീവ്സ് എന്നും പറഞ്ഞാൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കെമിക്കൽസ്, എക്സ്ട്രാ ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഇപ്പം അലുമിനിയത്തിൻ്റെ ഒരു കമ്പോണൻ്റാണ് പൗഡർ മെറ്റലർജി പ്രോസസ്സിലൂടെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അലുമിനിയം എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള കമ്പോണൻ്റാണ് പൗഡർ മെറ്റലർജി പ്രോസസ്സിൽ ഉണ്ടാക്കേണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെ പൗഡറാണ് അതിന് റോ മെറ്റീരിയലായിട്ട് വേണ്ടത്. അപ്പോൾ ഈ അലുമിനിയത്തിൻ്റെ പൗഡർ എന്ന് പറയുമ്പോൾ 100% അലുമിനിയത്തിൻ്റെ പൗഡർ ആയിരിക്കത്തില്ല നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്, പ്രോസസ്സിന് ഉപയോഗിക്കുന്നത്. മേ ബി അതിലൊരു 96 അല്ലെങ്കിൽ 95% മാത്രമേ അലുമിനിയം കണ്ടൻറ്റ് കാണത്തുള്ളൂ. ബാക്കി 4% അല്ലെങ്കിൽ 3% എന്ന് പറയുന്ന ഈ അഡിറ്റീവ്സ് ആയിരിക്കും. ഈ അഡിറ്റീവ്സും കൂടെ മെറ്റൽ പൗഡേഴ്സായിട്ട് മിക്സ് ചെയ്തായിരിക്കും നമ്മൾ ഈ പ്രോസസ്സിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ മെറ്റൽ പൗഡേഴ്സും കറക്റ്റ് പ്രൊപ്പോർഷനിലുള്ള അഡിറ്റീവ്സും കൂടെ മിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഈ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽ പൗഡേഴ്സും റിക്വയർഡ് അഡിറ്റീവ്സും കൂടെ തമ്മിൽ കാര്യമായിട്ട് നല്ല യൂണിഫോമായിട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഈ ബ്ലെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി ഒരുപാട് എക്യുപ്മെൻറ്റ്സൊക്കെ ഉപയോഗിച്ചാണ് ഈ മെഷീനറിയൊക്കെ ഉപയോഗിച്ചാണ് ഇത് കറക്റ്റായിട്ട് യൂണിഫോമായിട്ട് കറക്റ്റ് പെർസെൻറ്റേജിൽ കറക്റ്റ് വെയ്റ്റിൽ മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ബ്ലെൻഡിങ് എന്ന് പറയുന്നു. അപ്പോൾ ഈ മെറ്റൽ പൗഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്യുവറായിട്ടുള്ള പൗഡർ ഫോമിലുള്ള ആ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മെറ്റൽ പൗഡേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ 2-3 ഫംഗ്ഷൻ ഉണ്ട് ഈ അഡിറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫംഗ്ഷന് വേണ്ടിയല്ല ഈ അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്ന, മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഈ അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഈ അഡിറ്റീവ്സ് എന്നും പറഞ്ഞ് സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്നത് ലൂബ്രിക്കൻസ്, ബൈൻഡേഴ്സ്, ഇങ്ങനത്തെ മെറ്റീരിയൽസാണ് അഡിറ്റീവ്സ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മെറ്റൽ പൗഡേഴ്സിൽ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പഠിച്ചായിരുന്നു, മെറ്റൽ പൗഡേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പഠിച്ചായിരുന്നു. ആ ക്യാരക്ടറിസ്റ്റിക്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് കെമിക്കൽസും കൂടെ നമ്മൾ അഡിറ്റീവ്സ് ആയിട്ട് ഇതിൽ മിക്സ് ചെയ്യാറുണ്ട്. ഈ ലൂബ്രിക്കൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ഈ ഗ്രാഫൈറ്റ് പൗഡറാണ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഗ്രാഫൈറ്റ് പൗഡറാണ് അഡിറ്റീവ് എന്ന രീതിയിൽ ഈ മെറ്റൽ പൗഡറുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അത് ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്യുന്നത്. ഈ ഗ്രാഫൈറ്റ് പൗഡർ അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ ഡൈ ക്യാവിറ്റിയിലോട്ട് ഈ മെറ്റൽ പൗഡർ ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് അതിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മാക്സിമം കുറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അത് ഈസി ആയിട്ട് കംപ്രസ് ആവുകയുള്ളൂ. അതുമാത്രമല്ല ഈ ഡൈയുടെ സർഫസും ഈ മെറ്റൽ പൗഡറുമായിട്ടുള്ള ഫ്രിക്ഷന് വളരെ കുറഞ്ഞിരിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഈ ലൂബ്രിക്കൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ഫോഴ്സ് മതി, ഈ പഞ്ച് ഉപയോഗിച്ച് വളരെ കുറച്ച് ഫോഴ്സ് മതി ഇതിനെ കംപ്രസ് ചെയ്തെടുക്കാനായിട്ട്. അതേസമയം ലൂബ്രിക്കൻസിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും ഇതിനെ കംപ്രസ് ചെയ്യാനായിട്ട്. ഈ കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ ഗ്രെയിൻസ് തമ്മിൽ ഉരഞ്ഞ് ചതഞ്ഞ് വളരെ ഈസി ആയിട്ട് അതങ്ങ് മൂവ് ചെയ്ത് അകത്തോട്ടങ്ങ് കയറി നല്ലോണം കംപ്രസ്ഡായി കോമ്പാക്റ്റായി എടുക്കണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആവശ്യത്തിന് ലൂബ്രിക്കൻ്റ് പ്രോപ്പർട്ടി മെറ്റൽ പൗഡറിന് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഗ്രാഫൈറ്റ് പൗഡർ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഈ മെറ്റൽ പൗഡേഴ്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു അഡിറ്റീവാണ്. അതുപോലെ തന്നെ ബൈൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പൗഡറും കൂടെ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുക്കും. ഈ ബൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ
ഇതിങ്ങനെ ഒരു ഡൈ ക്യാവിറ്റിയിൽ ഇങ്ങനെ കംപ്രസ് ചെയ്ത് പുറത്തെടുക്കുന്ന ഈ ഒരു സാധനത്തിന് അതായത് ഈ ഒരു സോളിഡിന് സത്യം പറഞ്ഞാൽ ആവശ്യത്തിന് സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല, സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല. ഇതിനെ ഓവനിൽ വെച്ച് ചൂടാക്കുമ്പോഴാണ് ഇതിന് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് കിട്ടുന്നത്. ഓവനിൽ വെച്ച് ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഈ ബൈൻഡേഴ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ മെൽറ്റ് ചെയ്ത് ഈ സോളിഡിന് ആവശ്യത്തിനുള്ള ബോണ്ടിങ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചൂടാക്കുമ്പോൾ മെൽറ്റ് ചെയ്ത് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ഈ കമ്പോണൻറ്റ് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആഡ് ചെയ്ത് കൊടുക്കുന്ന മെറ്റീരിയലിനെയാണ് ബൈൻഡേഴ്സ് എന്ന് പറയുന്നത്. ഈ ചൂടാക്കുന്ന പ്രോസസ്സിനെ പറ്റിയൊക്കെ നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യം തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ബൈൻഡേഴ്സ് എന്ന് പറയുന്നത് ഈ ഇതിലോട്ട് സ്ട്രെങ്ത് കിട്ടാനായിട്ട് ഈ മെറ്റൽ പൗഡേഴ്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന അഡിറ്റീവാണ് ബൈൻഡേഴ്സ് എന്ന് പറയുന്നത്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈൻഡേഴ്സ് യൂസ് ചെയ്യും. അത് നമ്മുടെ മെറ്റൽ പൗഡർ, എന്ത് മെറ്റലിൻ്റെ പൗഡറാണോ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഏത് ബൈൻഡർ വേണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ ലൂബ്രിക്കൻസും ബൈൻഡേഴ്സും പിന്നെ അതർ കെമിക്കൽസും ഒക്കെ യൂസ് ചെയ്യും. അതർ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള കെമിക്കൽസും കൂടെയൊക്കെ അഡിറ്റീവ്സായിട്ട് ഈ മെറ്റൽ പൗഡേഴ്സുമായിട്ട് മിക്സ് ചെയ്യും. അത് സെർട്ടൺ കറക്റ്റ് പെർസെൻറ്റേജിലൊക്കെ മെഷർ ചെയ്താണ് ഈ ലൂബ്രിക്കൻസും ബൈൻഡേഴ്സും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ല റഫായിട്ടൊരു ക്വാണ്ടിറ്റി എല്ലാം എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് പ്രൊപ്പോർഷനിലുള്ള കറക്റ്റ് വെയിറ്റ് ഒക്കെ മെഷർ ചെയ്തെടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് ഇതിലോട്ടെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അഡിറ്റീവ്സും മെറ്റൽ പൗഡേഴ്സും കൂടെ മിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്ത പൗഡറാണ് നമ്മൾ ഈ ഡൈ ക്യാവിറ്റിയിലോട്ട് ഫില്ല് ചെയ്തിട്ട് അതിനെ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് ഡൈ ക്യാവിറ്റി എന്ന് കരുതുക. ഇതൊരു സിംപ്ലിഫൈ ചെയ്ത ഒരു ഫിഗറാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷേപ്പിലുള്ളത്. ഈ ഒരു സിമ്പിളായിട്ടുള്ള ഷേപ്പിലുള്ള ഒരു കമ്പോണൻ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആക്ച്വലായിട്ട് ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആയിരിക്കത്തില്ല ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പിലുള്ള കമ്പോണൻ്റ് ആയിരിക്കും. എന്നാലും സിംപ്ലിഫൈ ചെയ്ത ഒരു ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആ ഡൈ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ഷേപ്പിലാണോ കമ്പോണൻ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഷേപ്പിലുള്ള ക്യാവിറ്റി, അതിനെയാണ് ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാവിറ്റിയിലോട്ടാണ് ഈ നമ്മുടെ മെറ്റൽ പൗഡർ, അതായത് അഡിറ്റീവ്സും കൂടെ മിക്സ് ചെയ്തെടുത്ത ബ്ലെൻഡ് ചെയ്തെടുത്ത മെറ്റൽ പൗഡറിനെ ഫില്ല് ചെയ്തിട്ട് അതിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലോവർ പഞ്ചും അപ്പർ പഞ്ചും ഒക്കെ ഉള്ളത്. ഈ രണ്ട് പഞ്ച് ഉപയോഗിച്ച് അതിനെ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതായത് കോമ്പാക്റ്റ് ചെയ്ത് റിക്വയർഡ് സൈസിലുള്ള കമ്പോണൻറ്റ് നമുക്കിങ്ങനെ പുറത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ കംപ്രസ് ചെയ്ത് കോമ്പാക്റ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഡൈ കോമ്പാക്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനെ ബ്രൈക്വേറ്റിംഗ് എന്നും പറയാറുണ്ട്. ഈ രണ്ട് വേർഡ് യൂസ് ചെയ്യാറുണ്ട്, ഡൈ കോമ്പാക്റ്റിംഗ് അല്ലെങ്കിൽ ബ്രൈക്വേറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ ഡൈ കോമ്പാക്റ്റിംഗ് അല്ലെങ്കിൽ ബ്രൈക്വേറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡൈ ക്യാവിറ്റിയിലോട്ട് ഈ മെറ്റൽ പൗഡർ ഫില്ല് ചെയ്യുക, എന്നിട്ട് അതിനെ കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ കോമ്പാക്റ്റ് ചെയ്ത് ആ റിക്വയർഡ് ഷേപ്പ് സൈസിൽ അത് ഉണ്ടാക്കിയെടുക്കുക, ആ കമ്പോണൻറ്റിനെ ഉണ്ടാക്കിയെടുക്കുക, ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആ പ്രോസസ്സിനെ അങ്ങനെ കോമ്പാക്റ്റ് ചെയ്യുന്ന റിക്വയർഡ് ഷേപ്പിലോട്ട് ആക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഡൈ കോമ്പാക്റ്റിംഗ് അല്ലെങ്കിൽ ബ്രൈക്വേറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ കംപ്രസ് ചെയ്ത് ഉണ്ടാക്കി പുറത്തെടുക്കുന്ന ഈ ഒരു കമ്പോണൻറ്റ്, ഈ ഒരു സോളിഡിനെ ഗ്രീൻ കോമ്പാക്റ്റ് എന്നാണ് പറയുന്നത്. ഈ പച്ച കളർ ഇത് കൊടുത്തിരിക്കുന്നത് നോക്കണ്ട, ഈ പച്ച ആ ഒരു കളറിനല്ല ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നേച്ചർ ആയിട്ടുള്ള ഒരു സോളിഡ്, അത് വലിയ സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല. കംപ്രസ് ചെയ്ത് ഈ പഞ്ചിനെ റിലീസ് ചെയ്തിട്ട് ആ കമ്പോണൻറ്റിനെ പുറത്തെടുക്കുക. അപ്പോൾ ആ കിട്ടുന്ന ആ ഒരു സംഭവത്തിനെ ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഗ്രീൻ കോമ്പാക്റ്റിനെ കംപ്രസ് ചെയ്തെടുക്കുന്ന ആ സംഭവത്തിനെ, ആ സോളിഡിനെ ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറയുന്നു. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അതിന് വലിയ സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല. നമ്മുടെ കൈ കൊണ്ട് തന്നെ അതിനൊന്ന് ഇറുക്കി പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ പൊട്ടിപ്പോയെന്നോ ഒക്കെ വരാം. അപ്പം വളരെ സ്ട്രെങ്ത് കുറഞ്ഞ ഒരു സോളിഡാണ് ഈ ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മെറ്റൽ പൗഡറിനെ ഈ ഡൈ ക്യാവിറ്റിയിലൂടെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്ത് പഞ്ച് കൊടുത്ത് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ കോമ്പാക്റ്റ് ചെയ്ത് അതിൻ്റെ സൈസ് ചെറുതാക്കി എന്നിട്ട് ആ സോളിഡിനെ പുറത്തെടുത്താലും അതിന് വലിയ സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല. അതിന് ഈ ഷേപ്പും സൈസും ഒക്കെ അതോടെ റിറ്റെയിൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വലിയ സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല, ചെറിയ ഒരു സ്ട്രെങ്ത് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രോഡക്റ്റിനെയാണ് ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ നമ്മൾ കൊണ്ടുപോയി ഓവനിൽ, വലിയ ഇൻഡസ്ട്രിയൽ ഓവൻസ് ഉണ്ട്, അങ്ങനെ ഓവനിൽ വെച്ച് വളരെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോഴാണ് ഇതിന് ആവശ്യത്തിന് സ്ട്രെങ്ത് കിട്ടുന്നത്. ചൂടാക്കുന്നു എന്ന് പറയുന്നത് വളരെ ഹൈ ടെമ്പറേച്ചറിലാണ് ചൂടാക്കുന്നത്. വളരെ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴും ഈ മെറ്റൽ പൗഡറുണ്ട്, എന്ത് മെറ്റൽ കൊണ്ടുള്ള പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനെക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കും ചൂടാക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനെക്കാളും ഹൈ ടെമ്പറേച്ചറിലാണ് ചൂടാക്കുന്നതെങ്കിൽ ഇത് തന്നെ മൊത്തത്തിലങ്ങ് മെൽറ്റ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ മെൽറ്റ് ചെയ്ത് പോകാൻ പാടില്ല. എന്ത് മെറ്റലാണ്
മെറ്റലിൻ്റെ പൗഡറാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനെക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കും ഈ ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറയുന്ന സംഭവത്തിനെ കൊണ്ടുപോയി ചൂടാക്കുന്നത്. അങ്ങനെ ചൂടാക്കാനായിട്ട് ഇൻഡസ്ട്രിയൽ ഓവൻസും വേറെ പല മെത്തേഡ്സും ഒക്കെ ഉണ്ട് ചൂടാക്കാനായിട്ട്, ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യാനായിട്ട്, ഹീറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ അതിനെ ചൂടാക്കുമ്പോഴേക്കും അതിന് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് കിട്ടും. അങ്ങനെ ചൂടാക്കുമ്പോൾ സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്ന സമയത്ത് അതിൽ ഉള്ള ബൈൻഡേഴ്സ് എന്ന് പറയുന്ന ആ മെറ്റീരിയൽ അത് മെൽറ്റ് ചെയ്യും. ഈ മെറ്റൽ പൗഡർ മെൽറ്റ് ചെയ്യത്തില്ല, കാരണം അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ എത്തുന്നില്ല. പക്ഷേ ഈ മിക്സ് ചെയ്തിരിക്കുന്ന ബൈൻഡേഴ്സ് അതിൻ്റെ അകത്ത് കിടന്ന് മെൽറ്റാവും. അത് മെൽറ്റായാണ് ഇതിന് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്തിരിക്കും. അതിൻ്റെ ഷേപ്പും അതിലുപയോഗിച്ചിരിക്കുന്ന ബൈൻഡേഴ്സും ഒക്കെ അനുസരിച്ച് ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈമും പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് സെറ്റ് ചെയ്തിരിക്കും അത് ചൂടാക്കാനുള്ള. അപ്പോൾ അത്രയും ടൈമിൽ ഇൻഡസ്ട്രിയൽ ഓവൻസ് വെച്ച് ചൂടാക്കുമ്പോഴേക്കും ഇതിൻ്റെ അകത്തുള്ള ബൈൻഡേഴ്സ് മെൽറ്റ് ചെയ്ത് ഇതിന് ഈ ഒരു പ്രോഡക്റ്റിന്, ഈ ഒരു സോളിഡിന് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചൂടാക്കുന്ന ഇൻഡസ്ട്രിയൽ ഓവൻസിൽ വെച്ചിട്ടൊക്കെ ചൂടാക്കുന്ന ബൈൻഡേഴ്സ് മെൽറ്റ് ചെയ്ത് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് ചൂടാക്കുന്ന ആ പ്രോസസ്സിനെയാണ് സിൻഡറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറയുന്ന സംഭവത്തിന് വലിയ സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല, അതിന് ഈ സൈസും ഷേപ്പും മാത്രമേ കാണത്തുള്ളൂ. ഈ ഗ്രീൻ കോമ്പാക്റ്റിനെ കൊണ്ട് ഇൻഡസ്ട്രിയൽ ഓവനിൽ വെച്ച് ചൂടാക്കുമ്പോഴാണ് ഇതിന് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ഒക്കെ കിട്ടുന്നത്. അങ്ങനെ ചൂടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സിൻഡറിങ് എന്ന് പറയുന്നത്. ഈ സിൻഡറിങ് പ്രോസസ്സും 10 മാർക്സിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ഡൈ കോമ്പാക്റ്റിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സും ഒരു 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒരു 3-4 ടൈപ്പ് ഓഫ് കോമ്പാക്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്, അത് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ പഠിക്കും. അപ്പം ഡൈ കോമ്പാക്റ്റിംഗ് അത് കഴിഞ്ഞിട്ട് സിൻഡറിങ് ആയി. അപ്പോൾ ഈ ഡൈ കോമ്പാക്റ്റിംഗ് കഴിഞ്ഞാൽ ആക്ച്വലി ഡയറക്റ്റായിട്ട് നമ്മൾ ഓവനിൽ കൊണ്ടുപോയി ചൂടാക്കുക എന്ന പ്രോസസ്സല്ല ചെയ്യുന്നത്. അതിന് മുന്നേ പ്രീ സിൻഡറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ ചെയ്യും. ഇങ്ങനെ ഈ ഗ്രീൻ കോമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പ്രീ സിൻഡറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ ചെയ്തിട്ടായിരിക്കും നമ്മൾ സിൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഈ സിൻഡറിങ് എന്ന് പറഞ്ഞാൽ ഓവനിൽ വെച്ച് ചൂടാക്കുന്ന ആ ഒരു സ്റ്റെപ്പിനെയാണ് സിൻഡറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രീ സിൻഡറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഗ്രീൻ കോമ്പാക്റ്റിന് വലിയ സ്ട്രെങ്ത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനത്തെ ഗ്രീൻ കോമ്പാക്റ്റ് നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കണമെങ്കിൽ ഓവൻ ഇരിക്കുന്ന ആ റൂം വരെയെങ്കിലും എത്തണമല്ലോ. ഈ ഓവൻ ഇരിക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ മേ ബി മറ്റൊരു റൂമിലായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു പ്ലാന്റിലായിരിക്കും ഇൻഡസ്ട്രിയൽ ഓവനൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ഇൻഡസ്ട്രിയൽ ഓവൻ എന്ന് പറഞ്ഞാൽ വലിയൊരു റൂമിൻ്റെ അകത്തായിരിക്കും ഈ ഓവൻസൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുവരെ എത്തിക്കണമെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രീൻ കോമ്പാക്റ്റിന് ഡാമേജ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ എന്തായിരുന്നാലും അവിടുത്തെ എംപ്ലോയീസ്, അവിടുത്തെ സ്റ്റാഫ് ഈ ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ആ സോളിനെ എടുത്ത് വയ്ക്കുകയും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചിലപ്പം ട്രോളിയിലൊക്കെ വെച്ചിട്ടായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇൻഡസ്ട്രിയൽ ഓവൻ ഇരിക്കുന്ന ആ റൂമിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഇൻഡസ്ട്രിയൽ ഓവൻസിലോട്ട് എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഫോഴ്സൊക്കെ ഇതിൻ്റെ സർഫസിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ഫോഴ്സൊക്കെ ഈ സർഫസിൽ വന്നാലും അത് പൊട്ടിപ്പോകാൻ പാടില്ല. സാധാരണ ഗ്രീൻ കോമ്പാക്റ്റ് ആണ് എങ്കിൽ അത് ഈസി ആയിട്ട് പൊട്ടിപ്പോകും. നമ്മൾ ജസ്റ്റ് ഒന്ന് മുറുക്കി പിടിക്കുമ്പോൾ തന്നെ ഇതങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ബ്രേക്കായി പോകാതിരിക്കാനായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രീ സിൻഡറിങ് എന്ന് പറയുന്നത്. ഈ പ്രീ സിൻഡറിങ് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ഈ ഗ്രീൻ കോമ്പാക്റ്റ് ഇങ്ങനെ പഞ്ച് റിമൂവ് ചെയ്ത് ഈ സോളിഡ് ഇങ്ങനെ പുറത്തെടുക്കുന്നതിനാണ് ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറയുന്നത്. ആ ഗ്രീൻ കോമ്പാക്റ്റ് ഇങ്ങനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സർഫസിന് നമ്മളൊന്ന് ചൂടാക്കും. എന്തെങ്കിലും ഗ്യാസ് ടോർച്ച് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലെയിം ഉപയോഗിച്ചോ നമ്മളതിൻ്റെ സർഫസിനെ മാത്രം ഒന്ന് ചൂടാക്കും. അങ്ങനെ സർഫസിനെ വളരെ ഹൈ ടെമ്പറേച്ചറല്ല, എന്നാലും ഒരു നോർമൽ ടെമ്പറേച്ചറിൽ 500 ഡിഗ്രി സെൽഷ്യസിലൊക്കെ അത്രത്തോളം ടെമ്പറേച്ചറിലായിരിക്കും ചിലപ്പം ചൂടാക്കുന്നത്. അപ്പോൾ അത്രത്തോളം ടെമ്പറേച്ചറിൽ ചൂടാക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഓവനിലൊക്കെ ആണെങ്കിൽ മേ ബി 1000 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ചൂടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് ടെമ്പറേച്ചറാണ് 500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും ഒരു ടെമ്പറേച്ചറിലായിരിക്കും അതിന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കും. അതിൻ്റെ സർഫസ് മാത്രം ഒന്ന് ചൂടാക്കി കൊടുക്കും. അപ്പോൾ സർഫസ് മാത്രം ഞാൻ ചൂടാക്കുമ്പം ആ ടെമ്പറേച്ചറിൽ ആ സർഫസിൽ ഉള്ള ബൈൻഡേഴ്സ് ഒന്ന് മെൽറ്റായി അതിൻ്റെ സർഫസിന് മാത്രം കുറച്ച് സ്ട്രെങ്ത് കൊടുക്കും. എന്നിട്ടായിരിക്കും അതിനെ ട്രാൻസ്പോർട്ട് ട്രോളിയിലോട്ടൊക്കെ എടുത്ത് വയ്ക്കുന്നതും മറ്റ് ഇൻഡസ്ട്രിയൽ ഓവനിലിരിക്കുന്ന റൂമിലോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇതിൻ്റെ സർഫസ് മാത്രം ഒന്ന് ചൂടാക്കി സഫിഷ്യൻറ്റ് സ്ട്രെങ്ത്, ഈ സർഫസിന് കുറച്ച് സ്ട്രെങ്ത് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡാമേജസ് ഒക്കെ ഒഴിവാക്കാൻ, ബ്രേക്കായി പോകുന്നതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഇതിൻ്റെ സർഫസിന് മാത്രം കുറച്ച് ഹാർഡ്നെസ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രീ സിൻഡറിങ് എന്ന് പറയുന്നത്. നമ്മൾ സിൻഡറിങ്ങിന് ഉപയോഗിക്കുന്ന അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ ഉപയോഗിക്കത്തില്ല. മേ ബി അതിൻ്റെ ഹാഫ് ടെമ്പറേച്ചർ മാത്രമേ ഈ പ്രീ സിൻഡറിങ്ങിന് ഉപയോഗിക്കത്തുള്ളൂ. ഗ്യാസ് ടോർച്ച് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സാധാരണ ഫ്ലെയിമൊക്കെ ഉപയോഗിച്ചോ ആയിരിക്കും പ്രീ സിൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ എക്സാമിന് മേ ബി ഈ പ്രീ സിൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് 2-3 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 10 മാർക്സിനൊന്നും ചോദിക്കാനില്ല, ഒരു 2-3 മാർക്സിന് പ്രീ സിൻഡറിങ് എന്താണെന്ന് ചിലപ്പം ചോദിച്ചെന്നിരിക്കാം. ചിലപ്പം സിൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ കൂടെ പ്രീ സിൻഡറിങ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ചോദിച്ചെന്നിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ പ്രോസസ്സ് ആക്ച്വലായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ബ്ലെൻഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യും. അതായത് ഈ മെറ്റൽ പൗഡറും അഡിറ്റീവ്സും കൂടെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ബ്ലെൻഡിങ്.
അപ്പോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡൈ കോമ്പാക്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ അത് ഉപയോഗിച്ചായിരിക്കും ഈ ഗ്രീൻ കോമ്പാക്റ്റ്, അതായത് ആക്ച്വലായിട്ടുള്ള കമ്പോണൻറ്റിൻ്റെയാണ്, അതിൻ്റെ ആക്ച്വൽ കമ്പോണൻറ്റ് തന്നെ സൈസും ഷേപ്പും ഉള്ള ആ ഒരു പ്രോഡക്റ്റിനെയാണ് ഈ ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കോമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ഡൈ കോമ്പാക്റ്റിംഗ്. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് പ്രീ സിൻറ്ററിങ് നടത്തും, എന്നിട്ടായിരിക്കും സിൻറ്ററിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. സിൻറ്ററിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ വെച്ചിട്ടായിരിക്കും ഇതിനെ ചൂടാക്കുന്നത്. ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കമ്പൗണ്ടിനെ ചൂടാക്കി അതിൻ്റെ സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് കൊടുക്കുന്നത്. അങ്ങനെ സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് കിട്ടപ്പോഴായിരിക്കും അത് ആക്ച്വൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പം അതിന് നല്ല സ്ട്രെങ്ത് കാണും. അപ്പോൾ അതാണ് ഈ സിൻറ്ററിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് ഓപ്ഷണലായിട്ട് ഈ സെക്കൻഡറി പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ സാധാരണ ചെയ്യാറുണ്ട്. ഈ സെക്കൻഡറി പ്രോസസ്സ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല, അതിൻ്റെ ടോപ്പിക്സിനെ പറ്റി കൂടുതൽ അതുകൊണ്ട് നമുക്ക് പഠിക്കാനില്ല. ഈ സെക്കൻഡറി പ്രോസസ്സും ഒരു പക്ഷേ എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കേണ്ടതായിരുന്നു, പക്ഷേ നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ സെക്കൻഡറി പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഭവം കമ്പോണൻ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ സിൻറ്ററിങ് കഴിയുമ്പോൾ തന്നെ പ്രോഡക്റ്റ് ആയി കഴിയും. അപ്പം സിൻറ്ററിങ് കഴിഞ്ഞ് ആ പ്രോഡക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അതിലെന്തെങ്കിലും ഫിനിഷിംഗ് പ്രോസസ്സ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് സെക്കൻഡറി പ്രോസസ്സ് എന്ന് പറയുന്നത്. മേ ബി ഈ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ സർഫസ് ഫിനിഷ് ചിലപ്പോൾ മോശമായിരിക്കും. അപ്പോൾ സർഫസ് ഫിനിഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഗ്രൈൻഡിങ് ചെയ്ത് തന്നിരിക്കും, അതിൻ്റെ സർഫസിന് സ്മൂത്ത്നെസ് കൂട്ടാനായിട്ട് ചിലപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് തന്നിരിക്കും. അപ്പോൾ അതൊരു സെക്കൻഡറി പ്രോസസ്സ് എന്ന കാറ്റഗറിയിൽ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ഒക്കെ ഈ കമ്പോണൻറ്റിലുണ്ട് എങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് സെക്കൻഡറി പ്രോസസ്സായിട്ട് പറയാം. അതായത് ഒരു ഫിനിഷിംഗ് പ്രോസസ്സാണ് ബേസിക്കലി സെക്കൻഡറി പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേ ബി നമുക്ക് ഇതിൻ്റെ ഹാർഡ്നെസ് ഇപ്പോൾ ഉള്ള ഹാർഡ്നെസ് പോരാ, സിൻറ്ററിങ് വരെ അച്ചീവ് ചെയ്ത ഹാർഡ്നെസ് പോരാ, അതിനേക്കാളും കൂടുതൽ ഹാർഡ്നെസ് വേണമെങ്കിൽ സർഫസ് ഹാർഡനിങ്ങിന് വേണ്ടിയുള്ള പല മെത്തേഡ്സും നമുക്ക് ചെയ്യാനാകും. അങ്ങനെ സർഫസ് ഹാർഡനിങ്ങിന് വേണ്ടിയുള്ള മെത്തേഡ്സ് എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതിനെയും സെക്കൻഡറി പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അതായത് എക്സ്ട്രാ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും പൗഡർ മെറ്റലർജി ഉപയോഗിച്ചുള്ള കമ്പോണൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് ആ കമ്പോണൻറ്റിന് ചെയ്യുന്നുവെങ്കിൽ അതിനെ സെക്കൻഡറി പ്രോസസ്സ് എന്ന് പറയാം. മേ ബി ഈവൻ അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ഡക്റ്റിലിറ്റി, മാലബിലിറ്റി, അങ്ങനത്തെ പ്രോപ്പർട്ടീസ് വരെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിന് ടെമ്പറേച്ചറൊക്കെ കൊടുത്ത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അതിൻ്റെ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടീസിനെയും ഈ സെക്കൻഡറി പ്രോസസ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്താണ് പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഓപ്ഷണൽ ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ സെക്കൻഡറി പ്രോസസ്സ് എന്ന് പറയുന്നത്, മസ്റ്റായിട്ട് നടത്തുന്ന പ്രോസസ്സ് അല്ല. ആക്ച്വലായിട്ടുള്ള പൗഡർ മെറ്റലർജി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ സിൻറ്ററിങ് എന്നുള്ള സ്റ്റെപ്പ് കൊണ്ട് തീരും. ഓവനിൽ വെച്ച് ചൂടാക്കി പുറത്തെടുക്കുമ്പോഴേക്കും ഫൈനൽ പ്രോഡക്റ്റായി. എന്നിട്ട് ഫിനിഷിംഗ് പ്രോസസ്സ് എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് ഓപ്ഷണലായിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സിനെയാണ് സെക്കൻഡറി പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സിലബസിൽ സെക്കൻഡറി പ്രോസസ്സിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. പക്ഷേ ഈ ബ്ലെൻഡിങ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ സ്റ്റെപ്സിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ബ്ലെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് മേ ബി 2-3 മാർക്സിന് ചോദിച്ചു തന്നിരിക്കാം. സംഭവം വേറെ ഒന്നുമില്ല, ഈ മെറ്റൽ പൗഡേഴ്സിനെ അഡിറ്റീവ്സിനെ തമ്മിൽ മിക്സ് ചെയ്യുന്നു, അതാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ അത് എന്താണെന്ന് മേ ബി 2-3 മാർക്സിന് ചോദിച്ചു തന്നിരിക്കും. ഡൈ കോമ്പാക്റ്റിങ്ങും സിൻറ്ററിങ്ങും എന്നീ 2 സ്റ്റെപ്സ് എന്നീ 2 ഫംഗ്ഷൻസ് നമുക്ക് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. അപ്പോൾ അത് അടുത്ത് വരുന്ന 2 വീഡിയോസിലായിട്ട് നമ്മൾ ഇതിനെ പറ്റിയായിരിക്കും, ഈ 2 കാര്യങ്ങളെ പറ്റിയായിരിക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻസിനെ പറ്റിയൊക്കെ കൊടുക്കുക. ഗ്രാഫൈറ്റ് പൗഡറാണ് ഒരു ബേസിക് ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ ഇതിലോട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലൂബ്രിക്കൻ്റ് എന്തിനാണ് എന്ന്, ഈ പൗഡർ മെറ്റലർജി ലൂബ്രിക്കൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നും കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയാണ് പൗഡർ മെറ്റലർജി പ്രോസസ്സ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡൈ കോമ്പാക്റ്റിങ്ങിനെ പറ്റിയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.